കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിച്ചതിന്റെ വിധി പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. കന്യാസ്ത്രീകൾക്കെതിരെ തെളിവ് കണ്ടെത്താനായിട്ടില്ല. എഫ്ഐആറിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റ് എന്നാണ് വിധി പകർപ്പിൽ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മനുഷ്യക്കടത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജിന്റെ വിധിന്യായത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിർണായകമായ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ സ്വന്തം നിലയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തതാണ് എന്നുള്ളതാണ്. ഇവർ 3 പേരും പ്രായപൂർത്തിയായവരാണ്. ഇവർ സ്വന്തം നിലയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആഗ്രയിലേക്ക് എന്നാണ്. The 3 girls are major adults and were traveled to Agra out of their own free consent. അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ യാത്ര ചെയ്തു. അതായത് മനുഷ്യക്കടത്ത് എന്ന എഫ്ഐആറിലെ വകുപ്പ് നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ നിർണായകമായ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. Therefore, the allegation of forceful religious conversion is absolutely false. നിർബന്ധിത മതപരിവർത്തനം എന്നത് ശരിയല്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അതായത് മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല, മനുഷ്യക്കടത്തിന് തെളിവില്ല, അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും ഛത്തീസ്ഗഡ് സർക്കാർ ആരോപിച്ചിരുന്ന പോലെ കുറ്റങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിധി പകർപ്പ് തെളിയിക്കുന്നത്. വിനീത വേണു, പ്രധാനമായിട്ടും മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരെ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുൾപ്പെടെ ഉയർത്തിയായിരുന്നു ജില്ലാ സെഷൻസ് കോടതി സ്വാഭാവികമായിട്ടും ആ ഒരു ഘട്ടത്തിൽ ജാമ്യം നിഷേധിച്ചിരുന്നത്. ഇത് NIA കേസാണ്, അതിന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ NIA കോടതി ഇത് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. NIA കോടതിയിൽ ഇത് പരിഗണിച്ച സമയത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാൻ നിശ്ചിതമായ ഭാഷയിൽ ഇത് കുറ്റം ചെയ്തത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതും ഈ വിധി പകർപ്പിലൂടെ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില രേഖകൾ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കാൻ നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വിധി പകർപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ കന്യാസ്ത്രീകളുടേത് ഹാജരാക്കണം. രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണത്. കേസ് അന്വേഷണം ആ നിലയിൽ തന്നെ തുടരും. അതോടൊപ്പം തന്നെ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു വിധി പകർപ്പിലൂടെ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഛത്തീസ്ഗഡ് സർക്കാർ ആരോപിച്ചിരുന്നത് നിർബന്ധിത മതപരിവർത്തനം കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ മേഖല കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അതിന്റെ തുടർച്ച മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായ സംഭവം എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിധി പകർപ്പിലൂടെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി അത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ എന്തുകൊണ്ട് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടില്ല എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം കസ്റ്റഡി എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല എന്നൊരു ചോദ്യം നേരത്തെ പ്രോസിക്യൂട്ടറുടെ ഉന്നയിച്ചിരുന്നു കോടതി. സ്വാഭാവികമായിട്ട് അതിന് കൃത്യമായുള്ള ഒരു മറുപടി കൊടുക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. ആ നിരീക്ഷണം ഉൾപ്പെടെ ജാമ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിധി പകർപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ കോടതി പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഒരു കുറ്റകൃത്യങ്ങളും കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിധി പകർപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എടുക്കേണ്ടത്. എന്തായാലും ഈ ഒരു വിധി പകർപ്പ് ഈ ജയിൽ സൂപ്രണ്ടിന് കൈമാറുന്നതോടുകൂടി കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം. ഇത് എങ്ങനെയാണ് ഇനി അവിടെ എത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ഈ വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ കുടുംബം ഇവിടെ കോടതിയിൽ, അതായത് ബിലാസ്പൂർ NIA കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇമെയിൽ വഴിയും റായ്പൂർ ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന അവരുടെ കേന്ദ്രം കോടതിയിൽ ഹാജരാക്കാനും ശ്രമം നടത്തി ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇമെയിൽ വഴി അയച്ച രേഖകളൊക്കെ തന്നെ കോടതി അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോടതി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വിധി പകർപ്പും ആ നിലയിൽ ഇമെയിൽ വഴി ജയിൽ സൂപ്രണ്ടിന് ലഭിക്കുകയാണെങ്കിൽ